നമ്മുടെ MP ഉണ്ടല്ലോ, സുരേഷ് ഗോപി സാർ, പറഞ്ഞാൽ പറഞ്ഞ പോലെ വാക്ക് പാലിക്കണം. തൃശ്ശൂരിങ്ങളുടെ എടുക്കും എന്ന് പറഞ്ഞ പോലെ എടുത്തു. എന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്ത് കാണിക്കുന്നു. അതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്ത് കാണിക്കുന്നു. ആശാവർക്കർമാരുടെ വേതനം 2000 നിന്ന് 3500 കേന്ദ്രം അനുമതി നൽകി. ഇനി നമ്മുടെ സംസ്ഥാന സർക്കാർ അവർ മാത്രം ഒന്ന് മനസ്സ് വെച്ചാൽ മതി. അതുപോലെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഓരോന്ന് ചെയ്തു തരേണ്ട ആളാണ് നമ്മുടെ MP സുരേഷ് ഗോപി സാർ. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ വിധവകളുടെ പെൻഷൻ ഉണ്ടല്ലോ സാർ, അതും ഞങ്ങൾക്ക് കറക്റ്റ് മാസങ്ങളിൽ 1600 രൂപ മാത്രമാണ് ഈ പെൻഷൻ അനുവദിച്ച് ഇരിക്കുന്നത്. അതിൽ നിന്നും ഉയർത്താൻ പറ്റുമെങ്കിൽ ഉയർത്തണം. 70 വയസ്സ് കഴിഞ്ഞവർക്ക് കേന്ദ്രം ചെയ്തിട്ടുണ്ട്. 70 വയസ്സാകാത്ത വിധവകൾ, തൊഴിൽ ഇല്ലാതെ തൊഴിൽ രഹിതരായിരിക്കുന്ന വിധവകൾക്ക് ആനുകൂല്യം കൂട്ടിക്കൊടുക്കണം. അതാത് മാസങ്ങളിൽ കറക്റ്റായിട്ട് എല്ലാ മാസങ്ങളിലും അവരുടെ കൈകളിൽ എത്തേണ്ട സമയത്ത് കൊടുക്കണം. ഒരു മരുന്ന് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് വിധവകളുണ്ട്. മക്കള് സംരക്ഷിക്കാത്ത അനാഥ മന്ദിരങ്ങളിലും റോഡുകളിലും അലയുന്ന വയസ്സായവരുണ്ട്, വിധവകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപി സാർ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടതും കൂടി ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ആശാവർക്കർമാരുടെ 2000 റിട്ടയർമെൻറ്റ് ആയിരുന്നത് 5000 ആക്കിക്കൊടുത്തു. ഇതൊക്കെ ഒരു വലിയ കാര്യമാണ്. നന്ദിയോടെ സ്മരിക്കേണ്ട ഒരു വലിയ കാര്യമാണ് അദ്ദേഹം പാവപ്പെട്ട ജനങ്ങളോട്, പാവപ്പെട്ട സ്ത്രീകളോട് ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും അല്ലാതെ പത്രത്തിലും എല്ലായിടത്തും ചെളിവാരി എറിയുന്നത്, ചാണകം എന്ന് പറഞ്ഞ് ചെളിവാരി എറിയുന്ന മാന്യജനങ്ങളെ, നല്ല കാര്യം ചെയ്യുന്നവരെ, നല്ലത് ചെയ്യുന്നവരെ, നല്ലത് പറയുന്നവരെ അവിടെ ഇവിടെയും ഓരോ തുമ്പും മാലും കൊണ്ടുവന്ന് അവരെ ആക്രമിക്കാതെ അവർക്ക് വേണ്ടി നല്ലത് പറയുക. ഇനി നല്ലത് പറയാൻ പറ്റിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തുമാത്രം പരിഹാസമാണ് ആ മനുഷ്യൻ ഏൽക്കുന്നത്. ആ മനുഷ്യൻ മാത്രമല്ല, അത് അദ്ദേഹം ചിലപ്പം അനുഭവിക്കും, മനസ്സിലാക്കും. അതിനുള്ള തൻ്റെ ആ മനുഷ്യനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുന്ന ഭാര്യയെയും ഒന്നും അറിയാത്ത മക്കളെയും, ആൺമക്കളെയും പെൺമക്കളെയും കരിവാരി എറിയുന്നവർ ചിന്തിക്കുക. നിങ്ങളുടെ അമ്മമാർക്ക് വേണ്ടി, നിങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം കേന്ദ്രത്തിൽ പിടിമുറുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളാരും അദ്ദേഹത്തെ വാരി എറിയാതെ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുക. നമ്മൾക്ക്, നമ്മുടെ രാജ്യത്തിന്, നമ്മൾ മലയാളികൾക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മൾ വായിൽ വരുന്ന അനാവശ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇദ്ദേഹത്തിനെ കൊണ്ടായിരിക്കും നമ്മളൊക്കെ രക്ഷപ്പെടാൻ പോകുന്നത്. നമ്മൾ രാഷ്ട്രീയം നോക്കണ്ട, രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, നമ്മളതിൽ ഒരു കാര്യങ്ങളും സംസാരിക്കണ്ട. നമുക്ക് ഗുണമുള്ളത് എന്താണോ അവരുടെ കൂടെ നിൽക്കുക. നമ്മൾ ഒരു രാഷ്ട്രീയവും നമ്മൾ നോക്കാതെ മുന്നോട്ട് പോവുക. ഓരോ മനുഷ്യരോടും, ഓരോ ആണുങ്ങളോടും, ആൺമക്കളോടും, ഓരോ സ്ത്രീകളോടും, ഓരോ പെൺമക്കളോടും പറയാനുള്ളത് ഇതാണ്. എന്തുമാത്രം അപഹാസ്യമാണ് പറയുന്നത്. കൈ കഴുകി അവിടെ തൂത്ത് ഇവിടെ തൂത്ത്, കേക്ക് തിന്ന്, പിന്നെ ഇത് മുസ്ലിം പള്ളിയിൽ പോയിട്ട് കഞ്ഞി കുടിച്ച് അവരുടെ നോമ്പുതുറ കഴിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു. എല്ലാം വാലും തുമ്പും മാത്രം എടുത്തിട്ട് അലക്കി വെളുപ്പിക്കരുത്. ഒരു മനുഷ്യനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. ഒരു മനുഷ്യർക്കും നേരെ ഇതുപോലെ ആരും ഭരിച്ചോട്ടെ, ആർക്ക് ഈ പാവങ്ങൾക്ക് ആർക്കും നല്ലത് ചെയ്യുന്നു അവരെ നമ്മളെ ചേർത്ത് പിടിക്കുക. നമുക്കതാണ് ആവശ്യം. പാവപ്പെട്ട മനുഷ്യർക്ക് സഹായമാണ് ആവശ്യം. അതുകൊണ്ട് നമ്മളും ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഓരോ മനുഷ്യരെയും, നമ്മുടെ നാടിന് വേണ്ടി നന്മ ചെയ്യുന്ന ഓരോ മനുഷ്യരെയും നമ്മൾ അപഹാസ്യം ചെയ്യാതിരിക്കുക, അവരെ അപകീർത്തിപ്പെടുത്താതിരിക്കുക.
ഇത്രേ പറയാനുള്ളൂ. എൻ്റെ ചെറിയ വാക്കുകളാണ്, എൻ്റെ ചെറിയ ഭാഷയാണ്, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ബൈ.